ഹലോ കൂട്ടുകാരി, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഇന്നിപ്പോൾ സൺഡേ ആയിക്കൊണ്ട് എല്ലാവർക്കും എന്താ പരിപാടി? ഞങ്ങളിന്ന് സൺഡേ ആയിട്ട് ഒരുപാട് നാളത്തിന് ശേഷം ഞാനും ചുഞ്ഞുമില്ല കേട്ടോ കൂടെ, ബേബിയും പിന്നെ ഏട്ടനും കൂടി ഞങ്ങൾ രാവിലെ അമ്പലത്തിൽ പോകാൻ നിൽക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് ഒരു അമ്പലത്തിൽ പോണൊരു വീഡിയോ ഇടാമെന്നുള്ള ഒരു വിചാരത്തിലാണ് കേട്ടോ. വേറെ ആരും കൂടെ ഇല്ല കേട്ടോ. പിന്നെ അച്ഛനും അമ്മയാണ് വീട്ടിലുള്ളത്. അച്ഛനും അമ്മയ്ക്കും വരാൻ പറ്റില്ല, അച്ഛന് വയ്യാത്തതായതുകൊണ്ട് അച്ഛനെ കൂടെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് അമ്മയും അച്ഛനും വീട്ടിൽ നിന്നു. ഞാനും ഏട്ടനും കുഞ്ഞാവയും മാത്രം, കൺമണിയും മാത്രമായിട്ടോ പോകുന്നത്. അപ്പോൾ രാവിലെ എണീറ്റ് ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേന് 7 മണി 7:30 ഏകദേശം 8 മണി ആവാനായിട്ടോ. ഒരുങ്ങി നിന്ന് ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. ഞങ്ങൾ 3 ആളും കൂടി പോണത് എവിടെ, കാരക്കോട് നേരെ, ഞങ്ങൾ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ കേട്ടോ. ഞങ്ങൾ കാറിനാണ് പോണത്. ഞാനും ഏട്ടനും കുഞ്ഞും കൂടിയിട്ടോ. ഞങ്ങൾ കാർക്ക് വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ തിരികെ ഇറങ്ങാൻ നിൽക്കട്ടെ. ഇറങ്ങാൻ നിന്നപ്പോൾ കറക്റ്റ് ടൈമിന് തന്നെ എന്ത് ചെയ്തു, രാവിലെ അപ്പോൾ ഉള്ളതാണല്ലോ, നമ്മൾ എവിടേക്കെങ്കിലും പോകാൻ നിൽക്കുമ്പോഴത്തേന് കറക്റ്റ് ആ മഴ വന്ന് ചാടും. അങ്ങനെ മഴയും പെയ്ത്, മഴയും കൊണ്ടാണ് ഞങ്ങളുടെ ഇന്നത്തെ അമ്പലത്തിലേക്കുള്ള യാത്ര. കാറിനാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് ഒന്ന് പോകാനുണ്ട് കേട്ടോ, കുറച്ച് ദൂരമുണ്ട്. പക്ഷെ നമ്മൾ നടന്ന് പോകുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചുള്ളൂ കേട്ടോ, പെട്ടെന്നെത്തും. കാറിന് ചുറ്റി വളഞ്ഞ് പോകുമ്പോഴത്തേനും ഒരു ഇത്തിരി ടൈം എടുക്കും കേട്ടോ. അപ്പം ഞങ്ങൾ കാറിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാറിലെത്തി. കുഞ്ഞാവ ഇപ്പം ക്യാമറ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല ചിരിയും കളിയൊക്കെയാണ്. ആദ്യമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ തുറച്ച് നോക്കിക്കൊണ്ടിരിക്കും. ഇപ്പം ഞങ്ങൾ ഏകദേശം അമ്പലത്തിലെത്തിയിട്ടോ. അമ്പലത്തിലേക്ക് കയറാൻ പോവുകയാണ്. ഇതാണ് ഞങ്ങളുടെ കാരക്കോട് അമ്പലം, ദേവീൻ്റെ ക്ഷേത്രം കേട്ടോ. ആ സ്കൂട്ടീൻ്റെ ഓടിക്കട്ടെ, നേരെ പോട്ടെ. ഇവിടെ അവിടെ അല്ല, മറ്റേ സ്കൂട്ടി പോലെ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ അകത്തെത്തിയപ്പം അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചി പോകാൻ നിൽക്കുകയാണ്. അപ്പം ആ ചേച്ചീനെ കൂട്ടിയിട്ടാണ് ഞങ്ങൾ പോവല്ലേ പറഞ്ഞു. ഞങ്ങൾക്ക് തൊഴുത് ഇറങ്ങിയിട്ട് നമുക്ക് ഒരുമിച്ച് പോകാറുണ്ട്. ആ ചേച്ചീനെ വീണ്ടും ഞങ്ങൾ തിരിച്ച് അമ്പലത്തിലേക്ക് തന്നെ കയറ്റി. പിന്നെ ഞങ്ങൾ തൊഴാൻ വേണ്ടി പോകാം കേട്ടോ. അപ്പോൾ കാലൊക്കെ കഴുകിയതിന് ശേഷമാണ് അമ്പലത്തിലേക്ക് കയറുക. നമ്മൾ പുറത്തൊന്നും വരുന്നില്ല. അപ്പം കൈയും കാലൊക്കെ കഴുകി വൃത്തിയായതിന് ശേഷം ആണ് അമ്പലത്തിലേക്ക് കയറുക. കയറി ഞങ്ങളിനി ചീട്ടൊക്കെ എടുക്കുകയാണ്. ചീട്ട് മീൻസ് എന്താ, നമ്മൾ വഴിപാട് കൗണ്ടറിലെത്തി വഴിപാട് കഴിക്കാനുള്ള പേരും നാളും അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അമ്പലത്തിലേക്ക് കയറി തൊഴുതിട്ട് ബാക്കി ശേഷം കാണാം കേട്ടോ. അമ്പലത്തിൽ പ്രാർത്ഥനയും തൊഴിലൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഇന്ന് ഞാൻ ആദ്യമായിട്ട് കേട്ടോ അമ്പലത്തിൽ നിന്ന് എന്താ ഉപ്പുമാവും പ്രസാദം ഉണ്ടായിരുന്നു. അവിടെ വഴിപാട് കഴിച്ചിട്ട് പോകാമായിരുന്നു കേട്ടോ. അങ്ങനെ ഉപ്പുമാവും കറിയും കൂടി കിട്ടി, ചായയും കിട്ടി, പിന്നെ പായസം ഉണ്ടായിരുന്നു, പിന്നെ രാവിലെ ഗണപതി ഹോമം കഴിച്ച് പ്രസാദം ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് അമ്പലത്തിൽ നിന്നായിരുന്നു കേട്ടോ രാവിലത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. എൻ്റെ ബേബിയും കഴിച്ചു കേട്ടോ. സാധാരണ ബേബി അങ്ങനെ കഴിക്കണതല്ലെന്ന് എന്ത് പറ്റിയെന്നറിയില്ല, അമ്പലത്തിലായതുകൊണ്ടാണെന്ന് തോന്നുന്നു. കുഞ്ഞാവിയും ഒരു അവൾക്ക് പറ്റുന്ന രീതിയിൽ അവളും ഉപ്പുമാവ് കഴിച്ചു കേട്ടോ. അങ്ങനെ നല്ല ഹാപ്പി ആയിട്ട് ഞങ്ങൾ തിരിച്ച് പോരാൻ നിൽക്കണം. അപ്പോൾ ഞങ്ങൾ മറ്റേ അമ്മേനെ, ആ ചേച്ചീനെ കാത്തു നിൽക്കട്ടോ. രാധ ചേച്ചി എന്നാണ് പറയാം. അപ്പോൾ രാധ ചേച്ചീനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അപ്പോൾ രാധ ചേച്ചി എത്തിയില്ല. അപ്പം രാധ ചേച്ചീനെയും കൂട്ടിയിട്ടാണ് ഞങ്ങളുടെ തിരിച്ചെടുക്കുക. ഇതാണ് ഞങ്ങളെ അമ്പലം. ഞങ്ങളവിടെ നല്ല ഒരമ്മേനെ കണ്ടിട്ട് വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ബേബി നല്ലോണം നോക്കുന്നുണ്ട്. അമ്മേനെ അമ്പലത്തിൻ്റെ അകത്ത് കയറിയപ്പോൾ നല്ലോണം സാരി തുമ്പയിൽ കിടന്ന് വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ തിരിച്ചിറങ്ങിയപ്പോൾ ആളെ ഏതാണെന്ന് അറിയണില്ല.
ഇതാണ് നമ്മളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ചേച്ചി കേട്ടോ. കുറേ നേരം വെയിറ്റ് ചെയ്തു. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. എല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടാവണം. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കാം. പിന്നെ ചുഞ്ഞു എവിടെയെന്നുള്ളത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവും. ചുഞ്ഞു എൻ്റെ വീട്ടിലാണ്. ചുഞ്ഞിന് വയ്യായിരുന്നു. അപ്പോൾ ഒരാഴ്ചയായിട്ട് സ്കൂളിലേക്കൊന്നും പോയിട്ടില്ല. അപ്പം തിങ്കളാഴ്ച സ്കൂള് അവിടുന്ന് പോകാൻ വിചാരിച്ചിട്ട് അവിടെ നിർത്തി പോകുന്നു. പനിയല്ല. അപ്പോൾ ഇവിടെ ആർക്കെങ്കിലും വരണ്ട വിചാരിച്ചു.